ഞാൻ രാജീവ് ശ്രീധരൻ. CNC ലേണിംഗിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ CNCയെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്താണ് CNC? അത് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. CNC കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമറിക്കൽ കൺട്രോൾ, ഇതാണ് CNCയുടെ ഫുൾ ഫോം. ഏതൊരു മെഷീനും CNC കൺട്രോളറും സ്പിൻഡിൽ, സെർവോ ഡ്രൈവ്സ് ഇതെല്ലാം അടങ്ങിയ ഒരു മെഷീനാണ് CNC മെഷീൻ. ഒരു ചെറിയ വീഡിയോ നോക്കാം, എങ്ങനെയാണ് CNC മൂവ്മെന്റ്സ് നടക്കുന്നതെന്ന് നോക്കാം. ഇത് ചക്ക്, ഇത് ടൈൽ സ്റ്റോക്ക്, ഇത് ടററ്റ്. CNCയിൽ മെയിൻ ആയിട്ട് എന്തെല്ലാം കമ്പോണൻസ് ആണുള്ളത്? ഫസ്റ്റ് ഈസ് CNC കൺട്രോളർ. ഇവിടെയാണ് ഓപ്പറേറ്റർ കൺട്രോൾ ചെയ്യുകയും പ്രോഗ്രാം ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പ്രോഗ്രാമിലുള്ള കമാൻഡ്സ് അനുസരിച്ച് വോൾട്ടേജ് സിഗ്നൽസ് അത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും കൺട്രോൾ സർക്യൂട്ടിൽ. ആ പ്രൊഡ്യൂസ് ചെയ്ത വോൾട്ടേജ് സിഗ്നൽസ് ആംപ്ലിഫയർ വഴി ആംപ്ലിഫൈ ആവും. ആ ആംപ്ലിഫൈ ആയ സിഗ്നൽ കറസ്പോണ്ടിങ് സെർവോ മോട്ടോഴ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. കറസ്പോണ്ടിങ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇതൊരു ആക്സിസ് മൂവ്മെന്റ് ആണ് കമാൻഡ് എങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള വോൾട്ടേജ് സിഗ്നൽ ഏത് ആക്സിസിന്റെ ആണെന്ന് വെച്ചാൽ അത്രയും പ്രൊഡ്യൂസ് ആയി, അത് ആംപ്ലിഫൈ ആയി, അത് ആ കറസ്പോണ്ടിങ് ആക്സിസിന്റെ സെർവോ മോട്ടറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു റോട്ടറി എൻകോഡർ ഉണ്ട്, സെർവോ മോട്ടർ ഉണ്ട്, സ്ലൈഡ് ഉണ്ട്, ബോൾ സ്ക്രൂ ഉണ്ട്. അപ്പൊ ഈ ആംപ്ലിഫൈ ആയ സിഗ്നൽസ്, ആ സിഗ്നൽ വഴി സെർവോ മോട്ടർ വർക്ക് ആവും. സെർവോ മോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്? ഇപ്പൊ എത്ര ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യേണ്ടത് അതിനെ ബേസ് ചെയ്ത് കറസ്പോണ്ടിങ് സിഗ്നൽസ്, അതായത് ഈ ബോൾ സ്ക്രൂ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ആയാൽ അതിന്റെ പിച്ച് എത്രയാണോ, ആ സ്ക്രൂവിന്റെ ബോൾ സ്ക്രൂവിന്റെ പിച്ച് എത്രയാണോ അത്ര എമൗണ്ട് ആണ് ഈ സ്ലൈഡ് മൂവ് ചെയ്യുക. അപ്പൊ എത്ര മൂവ്മെന്റ് ആണ് വേണ്ടത് അതിനെ ബേസ് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ ആണ് കൺട്രോൾ സർക്യൂട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ സെർവോ മോട്ടർ അത്ര റൗണ്ട്, സെർവോ മോട്ടറിന്റെ ആക്സിസ് അത്രയും പ്രാവശ്യം റൊട്ടേറ്റ് ആവും. ആ റൊട്ടേഷൻ അനുസരിച്ച് സ്ലൈഡ് മൂവ് ആവും. ഇനി CNC കൺട്രോളറിൽ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആണ്. അതായത് ഇപ്പൊ ഇത്ര മൂവ്മെന്റ് ചെയ്യാനുള്ള വോൾട്ടേജ് സിഗ്നൽ അയച്ചു, ഇനി ഇത് അത്രയും മൂവ് ചെയ്തോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണ്ടേ. അപ്പൊ ഈ റോട്ടറി എൻകോഡർ ആണ് ആ ഫീഡ്ബാക്ക് ഹാൻഡിൽ ചെയ്യുന്ന പോർഷൻ. അപ്പൊ ഇതില് എത്ര റൊട്ടേറ്റ് ആയി, ആക്ച്വലി എത്ര റൊട്ടേറ്റ് ആയി, സെർവോ മോട്ടറിന്റെ ഷാഫ്റ്റ് അത് എത്ര റൊട്ടേറ്റ് ആയി എന്നുള്ളത് ഫിസിക്കലി ചെക്ക് ചെയ്ത് എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ ആ ലോസിന്റെ ഫീഡ്ബാക്ക് കൊടുത്ത് ആണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ സിഗ്നൽ ഫീഡ്ബാക്ക് ചെയ്ത് അതിനനുസരിച്ച് കറക്ഷൻ ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് ഫീഡ് ചെയ്തിട്ടാണ് അത് കൊടുക്കുക. അപ്പൊ ഇതിന്റെ ഫീഡ്ബാക്ക് കിട്ടാനായിട്ട് ഒന്ന് ഈ റോട്ടറി എൻകോഡർ ഉണ്ട്, പിന്നെ ഒന്ന് ലിനിയർ എൻകോഡർ ഉണ്ട്. അത് ലിനിയർ സ്കെയിൽ എന്ന് പറയും. അത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും. ഇതിപ്പോ ഇവിടെ മോട്ടർ എത്ര റൊട്ടേറ്റ് ആയി എന്നുള്ളത് മാത്രമേ അത് കൗണ്ട് ആവുന്നുള്ളൂ. എഗെയിൻ ബോൾ സ്ക്രൂയിൽ വരുന്ന വേരിയേഷൻസ്, സ്ലൈഡിൽ വരുന്ന വേരിയേഷൻസ് ഇതെല്ലാം ഉണ്ടാവാം. അപ്പൊ ആ മെക്കാനിക്കൽ ലോസസ് കൂടെ കൺസിഡർ ചെയ്ത് ലിനിയർ സ്കെയിൽ ആണെങ്കിൽ ഇത് ഡയറക്റ്റ് മെഷർമെന്റ് ആയിരിക്കും. അപ്പൊ ആ മെഷർമെന്റ് അനുസരിച്ച് ആ ഫീഡ്ബാക്ക്
കൺട്രോൾ സർക്യൂട്ടിൽ പോയി എത്ര കറക്ഷൻ ആവശ്യമാണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് 50 mm ട്രാവൽ ആണ് കമാൻഡ് ചെയ്തെങ്കിൽ അത് സപ്പോസ് 49.99 ആണ് ആക്ച്വൽ മൂവ് ചെയ്തത്. അത് സ്കെയിലിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ 10 മൈക്രോൺ ഫർദർ മൂവ് ചെയ്യാനുള്ള അഡീഷണൽ സിഗ്നൽ വന്ന് അത് മൂവ് ചെയ്യിപ്പിക്കും. അതാണ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. ഇനി CNC മെഷീൻസ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. ഇത് രണ്ട് തരത്തിലാണ് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടും ഒന്ന് നമ്പർ ഓഫ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടും. പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഇത് ടേണിംഗ് പ്രോസസ് ആണോ മില്ലിംഗ് പ്രോസസ് ആണോ അങ്ങനെ. അപ്പൊ CNC ടേണിംഗ്, CNC മില്ലിംഗ്, CNC ടേൺ മിൽ ഓർ മിൽ ടേൺ, CNC വയർ EDM. അങ്ങനെ പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ. പിന്നെ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ആക്സിസ്, എത്ര ആക്സിസ് ഉണ്ട് മെഷീന്. 2 ആക്സിസ്, നോർമലി ടേണിംഗ് സെന്റർ 2 ആക്സിസ് ആയിരിക്കും. മില്ലിംഗ് 3 ആക്സിസ് മുതൽ മുകളിലേക്ക്, നോർമലി അപ് ടു 5 ആക്സിസ്. ടേൺമിനകത്ത് സ്പിൻഡില്, അതായത് 2 സ്പിൻഡിൽ 2 ടററ്റ്, ഇതെല്ലാം ചേർത്ത് അപ് ടു 9 ആക്സിസ് നോർമലി, ഈവൻ ഇറ്റ് ക്യാൻ ബി മോർ. സാധാരണഗതിയിൽ ഒരു മെഷീനിങ് ചെയ്യണമെങ്കിൽ അത് 5 ആക്സിസ് ധാരാളമാണ്. മറ്റുള്ള ആക്സിസ് ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ടേൺ മില്ല് വരുന്ന സെക്കൻഡ് ടററ്റ്, സെക്കൻഡ് സ്പിൻഡിൽ, ഇതൊക്കെ കൂടിയിട്ടാണ് 9 ആക്സിസ് ഒക്കെ വരുന്നത്. ആക്സിസിന്റെ നെയിം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, XYZ ആക്സിസ് എങ്ങനെയാണ് നെയിം ചെയ്തിരിക്കുന്നത് നോക്കാം. ഇത് മില്ലിംഗ് മെഷീനിൽ ഇത് ഓപ്പറേറ്റർ, ഇവിടെയാണ് ഓപ്പറേറ്റർ നിൽക്കുന്നത്. സ്പിൻഡിൽ ആക്സിസ് ആണ് ഓൾവേസ് Z ആക്സിസ്. ഏതൊരു മെഷീനിലും, അത് VMC ആണെങ്കിലും വെർട്ടിക്കൽ മെഷീനിങ് സെന്റർ ആണെങ്കിലും ഹൊറിസോണ്ടൽ മെഷീനിങ് സെന്റർ ആണെങ്കിലും മറ്റേത് മെഷീൻ ആണെങ്കിലും Z ആക്സിസ് എന്ന് പറയുന്നത് സ്പിൻഡിൽ ആക്സിസ് ആയിരിക്കും. പിന്നെ ഓപ്പറേറ്ററിന് പാരലൽ ആയിട്ടുള്ള, ഓപ്പറേറ്ററിന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആക്സിസ്, അതാണ് X ആക്സിസ്. തേർഡ് പെർപെൻഡിക്കുലർ ആക്സിസ് Y ആക്സിസ്. ഇത് ഒരു കൺവെൻഷണൽ മെഷീന്റെ സ്കെച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ് ആണ്. സ്പിൻഡിൽ ആക്സിസ് Z ആക്സിസ്, ഹൊറിസോണ്ടൽ X, പെർപെൻഡിക്കുലർ Y. ഇനി ഇതിപ്പോ നമുക്കൊരു മെഷീനിൽ ചെന്ന് നിൽക്കുമ്പോൾ അതിന്റെ ആക്സിസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അറിയില്ലെങ്കിൽ അത് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ടൊരു റൂൾ ഉണ്ട്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ഈ 3 വിരല്, അതായത് തമ്പ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ, ഇത് 3ഉം പെർപെൻഡിക്കുലർ ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഫിംഗർ നമ്മൾ Z ആക്സിസ് Z പ്ലസിലേക്ക് പോയിന്റ് ചെയ്ത് പിടിച്ചാൽ ഈ 4 ഫിംഗർ Y ആക്സിസ് പ്ലസിലേക്കും തമ്പ് X ആക്സിസ് പ്ലസിലേക്കും പോയിന്റ് ചെയ്യും. അതാണ് ഈ റൂള്. അപ്പൊ നമ്മളിപ്പോ X പ്ലസ് Y പ്ലസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഓൾവേസ് സ്ലൈഡ് മൂവ്മെന്റ് ആയിക്കൊള്ളാൻ നിർബന്ധമില്ല. ഒരു പ്രോഗ്രാമറെ സംബന്ധിച്ച് ടൂൾ മൂവ്മെന്റ്, റിലേറ്റീവ് മൂവ്മെന്റ് ഓഫ് ടൂൾ, അതാണ് പ്രധാനമായിട്ട് നമുക്ക് എടുക്കേണ്ടത്. റിലേറ്റീവ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില മെഷീനിൽ സ്ലൈഡ് മൂവ് ചെയ്യും, ചില മെഷീനിൽ ടൂള് തന്നെ മൂവ് ചെയ്യും. അപ്പൊ ടൂള് മൂവ് ചെയ്താലും സ്ലൈഡ് മൂവ് ചെയ്താലും ടൂളിന്റെ റിലേറ്റീവ് മോഷൻ ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ X പ്ലസ് Y പ്ലസ് Z പ്ലസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ടൂളിന്റെ മൂവ്മെന്റ് ആണ്, സ്ലൈഡിന്റെ മൂവ്മെന്റ് അല്ല. ചില മെഷീനിൽ X പ്ലസ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് X പ്ലസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ലൈഡ് ലെഫ്റ്റിലേക്കായിരിക്കും മൂവ് ചെയ്യുക. അപ്പൊ ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ഈസ് ടൂളിന്റെ റിലേറ്റീവ് മൂവ്മെന്റ് റൈറ്റിലേക്കായിരിക്കും. ഓക്കെ. അപ്പൊ എപ്പോഴും പ്രോഗ്രാമർ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് ടൂൾ മൂവ്മെന്റ് ആണ്. മെഷീനിൽ ആക്ച്വലി എങ്ങനെ മൂവ് ചെയ്യുന്നുള്ളത് ഒരു പ്രോഗ്രാമർ അറിയേണ്ട കാര്യമില്ല. ഇതാണ് റൈറ്റ് ഹാൻഡ് റൂള്. ഇനി ടേണിംഗിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. സ്പിൻഡിൽ ആക്സിസ് ആസ് ഐ ഓൾറെഡി എക്സ്പ്ലെയിൻ, അത് സ്പിൻഡിൽ ആക്സിസ് Z ആക്സിസ് ആയിരിക്കും ഏത് മെഷീനിൽ എടുത്താലും. ഡയമീറ്റർ ആക്സിസ് അത് X ആണ് ഡയമീറ്റർ ആക്സിസ്. ടേണിംഗിൽ ഈ 2 ആക്സിസ് ആണ് മെയിൻ ആയിട്ടുള്ളത്, Z ആക്സിസ്, സ്പിൻഡിൽ ആക്സിസ്, ഡയമീറ്റർ ആക്സിസ്, X ആക്സിസ്. ഒരു നോർമൽ ടേണിംഗിൽ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം.
അപ്പോൾ ഇതിപ്പോൾ ഒരു ഹൊറിസോണ്ടൽ മെഷീനാണ്. ഇതിന്റെ സ്ലൈഡും സ്ലാൻഡ് ബെഡ് അല്ല, ഇത് സ്ട്രെയിറ്റ് ബെഡ് ആണ്. ഇതിന്റെ എക്സ് ആക്സിസ് മൂവ്മെന്റ് എക്സ് പ്ലസ് എക്സ് മൈനസ് സെഡ് പ്ലസ് സെഡ് മൈനസ്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സ്പിൻഡിൽ ആക്സിസ് എന്ന് പറയുന്നത് സെഡ് ആയിരിക്കും, സെഡ് പ്ലസ് എക്സ്. ഈ കണ്ടീഷനിൽ ടൂള് ഈ സൈഡിലായിരിക്കും. ഇതിന് ഫ്രണ്ട് ടറക്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ടൂൾ പോസ്റ്റ് എന്ന് പറയും. അപ്പൊ ഈ കേസിൽ എക്സ് പ്ലസ് ഇവിടെ വരാം. നോർമൽ CNC മെഷീൻസ്, സ്ലാൻഡ് ബെഡ് മെഷീൻസ് ഉള്ളതിൽ ഈ സൈഡിലാണ് എക്സ് പ്ലസ് വരാം. ഇനി ഒരു VMCയുടെ കോൺഫിഗറേഷൻ നോക്കാം. ഇത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സ്പിൻഡിൽ ആക്സിസ് Z ആക്സിസ്, horizontal axis X axis, third axis is Y axis. ഇനി VMC with rotary table, that becomes 4 axis. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് X axis. ഇപ്പൊ ഈ ടേബിൾ ലോഡ് ചെയ്തിരിക്കുന്നത് X ആക്സിസിലാണ്. അതായത് ഈ റോട്ടറി റൊട്ടേറ്റ് ചെയ്യുന്നത് ഈസ് അബൌട്ട് X ആക്സിസ്. അപ്പോൾ എബൌട്ട് എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നത് A ആക്സിസ് ആയിരിക്കും. ഇത് റോട്ടറി ആക്സിസ് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് വെച്ചാൽ, എക്സ് ആക്സിസിനെ ആസ്പദമാക്കി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ A വരും, Y ആക്സിസിനെ ആസ്പദമാക്കി റൊട്ടേറ്റ് ചെയ്താൽ B വരും, Z ആക്സിസിനെ ആസ്പദമാക്കി റൊട്ടേറ്റ് ചെയ്താൽ C വരും. അങ്ങനെയാണ് ABC ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ കേസിൽ ഇത് A ആക്സിസ്. അപ്പൊ നോർമൽ XYZ, ഇത് X, ഇത് Y, ഇത് Z, സ്പിൻഡിൽ ആക്സിസ്. പിന്നെ ഇത് A ആക്സിസ്. അങ്ങനെയാണ് 4 ആക്സിസ്. ഇനി ഒരു HMCയിൽ ബൈ ഡിഫോൾട്ട് ഒരു റോട്ടറി ടേബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്പിൻഡിൽ ആക്സിസ് Z, ഓക്കെ, ഇത് X, ഇത് Y. ഈ റോട്ടറി ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നത് Y-നെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇത് B ആക്സിസ്. ഇനി ഒരു ടേൺ മിൽ, അതിൽ 9 ആക്സിസ് വരുന്ന എങ്ങനെ നോക്കാം. ഇതിൽ സബ് സ്പിൻഡില്, സെക്കൻഡ് ടറക്ട് ഇതൊക്കെ ഉണ്ട്. ഇതിൽ ഇവിടെ നമ്മൾ കാണുന്ന 2 ടറക്റ്റും ഒരു സ്പിൻഡിൽ മാത്രമേ ഉള്ളൂ. ഇനി ആക്ച്വൽ മെഷീനകത്ത് ഒരു സ്പിൻഡിൽ കൂടി ഉണ്ടായിരിക്കും. അപ്പൊ ഇതില് ഈ സ്പിൻഡിലിന്റെ കൺട്രോൾഡ് സ്പിൻഡിൽ ആക്സിസ് ഉണ്ടായിരിക്കും, അതൊരു മൂവ്മെന്റ്. ഈ അപ്പർ ടറക്ട്, അതായത് മില്ലിംഗ് സ്പിൻഡിലാണിത്, ഇതിന് ഒരു 3 ലിനിയർ ആക്സിസ് XYZ, പിന്നെ ഒരു റോട്ടറി ആക്സിസ്, അത് B ആക്സിസ്, അതെല്ലാം കൂടി 4 ആക്സിസ് ഇവിടെ. ഇനി ഇവിടെ ഒരു X-ഉം Z-ഉം 2 ആക്സിസ് ഉണ്ടായിരിക്കും. പിന്നെ സബ് സ്പിൻഡിൽ ഇപ്പുറത്തുണ്ടാവും. ആ സബ് സ്പിൻഡിലിന് ഒരു മൂവ്മെന്റ് ഉണ്ട്, അതൊരു ആക്സിസ്. സബ് സ്പിൻഡിലിന്റെ C ആക്സിസും കൺട്രോൾഡ് ആയിരിക്കും. ഇതെല്ലാം കൂടി ചേർത്താണ് 9 ആക്സിസ് വരുന്നത്. ടേണിങ്ങിന്റെ മെയിൻ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടേണിങ്ങിൽ മെയിൻ ആയിട്ട് മെയിൻ സ്പിൻഡിൽ, ചക്ക് വിത്ത് ജോസ്, ടറക്ട്, ടെയിൽ സ്റ്റോക്ക്. മെയിൻ സ്പിൻഡിലാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മുടെ പാർട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് മെയിൻ സ്പിൻഡിൽ വെച്ചിട്ടാണ്. ഈ ചക്ക് വിത്ത് ജോസ് ആണ് ഈ പാർട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ടറക്ട് ടൂൾ ലോഡ് ചെയ്യാനുള്ള ഇതാണ്. ടെയിൽ സ്റ്റോക്ക് ലോങ് പാർട്സ് ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്പിൻഡിൽ, ചക്ക്, ഇത് ടറക്ട്. ഇതിപ്പോ ഒരു ടേൺ മില്ലിന്റെ ഒരു സ്ട്രക്ചർ ആണ്. അപ്പൊ ഇത് ഇവിടെ ടെയിൽ സ്റ്റോക്ക് ഉണ്ട്, ഇതിനൊരു മൂവ്മെന്റ് ഉണ്ട്, ഇത് കൺട്രോൾ C ആക്സിസ് ഉണ്ട്, പിന്നെ ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്, പിന്നെ ഇതിനൊരു മൂവ്മെന്റ് Z ആക്സിസ്. അപ്പൊ ഇതെല്ലാം ഇതൊരു ആക്ച്വലി ടേൺ മില്ലാണ്. ഇനി മില്ലിംഗ് മെഷീനിൽ മെയിൻ സ്പിൻഡില്, വർക്ക് ടേബിള്, റോട്ടറി ടേബിള്. എല്ലാ മെഷീനിലും റോട്ടറി ടേബിൾ വേണമെന്നില്ല, അത് എവിടെ ആപ്ലിക്കബിൾ എന്ന് വെച്ചാൽ അത് വരും. പിന്നെ ടൂൾ മാഗസിൻ. ഇപ്പോൾ ടൂൾ മാഗസിൻ എന്തിനാന്ന് വെച്ചാൽ കൂടുതൽ ടൂള് ഒരേ സമയത്ത് ലോഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ടൂൾ മാഗസിൻ ഉള്ളപ്പോൾ ടൂൾ മാഗസിനിൽ നിന്ന് ടൂൾ പിക്ക് ചെയ്ത് സ്പിൻഡിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചർ ATC. അതാണ് മില്ലിങ്ങിന്റെ ബേസിക്
പാർട്സ്. ഇവിടെ നമ്മൾ റോട്ടറി ടേബിൾ ഓൾറെഡി നോക്കിയതാണ്. അപ്പൊ ഈ റോട്ടറി ടേബിൾ ഉണ്ട് ഈ കേസിൽ. ഇതാണ് ടൂൾ മാഗസിൻ. ഇവിടെ നിറയെ ടൂൾസ് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ടൂൾ മാഗസിൻ വിത്ത് ATC. ഈ ATC എന്ന് പറയുന്ന സാധനം ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചർ. ഇതാണ് ഈ ടൂൾ മാഗസിനിലുള്ള ടൂൾ പിക്ക് ചെയ്ത് സ്പിൻഡിലേക്ക് കൊടുക്കുകയും സ്പിൻഡിലുള്ള ടൂള് തിരിച്ചിങ്ങോട്ട് ഇടുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് 5 ആക്സിസ് മെഷീന്റെ ഡിഫറെന്റ് കോൺഫിഗറേഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ മെയിൻ ആയിട്ട് 3 കോൺഫിഗറേഷൻ ആണുള്ളത്. അതായത് 5 ആക്സിസ് എന്ന് പറയുമ്പോൾ 3 ലിനിയർ ആക്സിസും 2 റോട്ടറി ആക്സിസും ആണ് ഉള്ളത്. ഈ റോട്ടറി ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 5 ആക്സിസ് മെഷീന്റെ കോൺഫിഗറേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ 2 റോട്ടറിയും ടേബിളിന്റെ മുകളിലാണെങ്കിൽ അത് ടേബിൾ കോൺഫിഗറേഷൻ. ഇനി ഒരു റോട്ടറി ഹെഡിന്റെ മുകളിൽ ഒരു റോട്ടറി ടേബിളിന്റെ മുകളിലാണെങ്കിൽ അതിന് ഹെഡ് ടേബിൾ കോൺഫിഗറേഷൻ എന്ന് പറയും. ഇനി രണ്ടും ഹെഡിന്റെ മുകളിലാണെങ്കിൽ ഹെഡ് കോൺഫിഗറേഷൻ എന്ന് പറയും. ടേബിൾ കോൺഫിഗറേഷൻ എങ്ങനെയാ നോക്കാം. അപ്പൊ ഇതിൽ 2 റോട്ടറിയും ടേബിളിന്റെ മുകളിൽ തന്നെയുള്ള ഇത് Z ആക്സിസ്. അപ്പൊ ഈ Z ആക്സിസിന് മുകളിലുള്ള റൊട്ടേഷൻ C ആക്സിസ്. പിന്നെ ഇത് ഇങ്ങനെ ടിൽറ്റ് ചെയ്യാൻ പറ്റും. ഈ ടിൽറ്റിംഗ് എന്ന് പറയുന്നത് X ആക്സിസിന്റെ മുകളിലാണ്. അപ്പൊ ഇത് A ആക്സിസ് വരും. ഇത് A ആക്സിസ്, ഇത് C ആക്സിസ്. ഹെഡ് ടേബിൾ കോൺഫിഗറേഷൻ. ഒരു റോട്ടറി ഹെഡിന്റെ മുകളിലും ഒരു റോട്ടറി ടേബിളിന്റെ മുകളിലുമാണ്. അപ്പൊ ഈ ഹെഡിന്റെ മുകളിലുള്ളത് ഈ Y ആക്സിസിന്റെ മുകളിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് B ആക്സിസ് വരും. ഇത് Z ആക്സിസിന്റെ മുകളിൽ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് C ആക്സിസ് വരും. ഇനി ഹെഡ് കോൺഫിഗറേഷൻ. ഇത് കണ്ടിന്യൂസ് റൊട്ടേഷൻ ആണ്. ഇത് Z ആക്സിസിന്റെ മുകളിലായതുകൊണ്ട് ഇത് C ആക്സിസ് വരും. ഇനി ഇതിപ്പോ ഏത് പൊസിഷനിലാണ് ഓപ്പറേറ്റർ നിൽക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് ഇത് A ആക്സിസോ അല്ലെങ്കിൽ B ആക്സിസോ ആയിട്ട് മാറും. എക്സിന്റെ മുകളിലാണ് ടിൽറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ A വരും. വൈയുടെ മുകളിലാണ് ടിൽറ്റ് ചെയ്യുന്നത് വെച്ചാൽ B വരും. ഇത് ഇറ്റ് ലുക്ക് ലൈക്ക് B ആക്സിസ്. ഓപ്പറേറ്റർ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഇത് Y ആക്സിസ് വരും. അപ്പൊ ഈ ടിൽറ്റിംഗ് എന്ന് പറയുന്നത് Y ആക്സിന് മുകളിൽ വരും. അപ്പൊ ഇത് B ആക്സിസ്, റോട്ടറി ആണ് B ആക്സിസ് ആയിട്ട് വരും. ഇനി ടേൺ മില്ല് ഡിഫറെന്റ് കോൺഫിഗറേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ആക്സിസ്. നോർമൽ ടേണിംഗ് വിത്ത് കൺട്രോൾഡ് C ആക്സിസ്. അതായത് മില്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ചക്ക് കൺട്രോൾഡ് റൊട്ടേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് സിമ്പിൾ മില്ലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, സിമ്പിൾ ഡ്രില്ലിംഗ് ചെയ്യാൻ പറ്റും. 4 ആക്സിസ് കോൺഫിഗറേഷൻ. അതിൽ ഈ C ആക്സിസ് കൂടാതെ ഒരു Y ആക്സിസും കൂടി ഉണ്ടായിരിക്കും. അപ്പൊ X, Y, Z, then C. അതാണ് ടോട്ടൽ 4 ആക്സിസ്. 8 ആക്സിസ് ആൻഡ് 9 ആക്സിസ്. ഇത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ട്വിൻ സ്പിൻഡിൽ, ട്വിൻ ടററ്റ്, ടിൽറ്റിംഗ് ഹെഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് 8 ആക്സിസ് 9 ആക്സിസ് അങ്ങനെ വരും. ടേൺ മിൽ വിത്ത് C ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അപ്പൊ ഈ ചക്കിന്റെ റൊട്ടേഷൻ കൺട്രോൾ റൊട്ടേഷൻ ഉള്ളതാണ് C ആക്സിസ്. അപ്പൊ നോർമൽ എക്സും ഇസഡും കൂടാതെ ഈ ഒരു C ആക്സിസ് അഡീഷണൽ ആയിട്ട് ഉണ്ടാവും. ടേൺ മിൽ വിത്ത് ട്വിൻ സ്പിൻഡിൽ ആൻഡ് ട്വിൻ ടറക്റ്റ്. ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവിടെ ഒരു ടറക്റ്റ് 3 ലിനിയർ ആക്സിസ്, ഇവിടെ ഒരു ടറക്റ്റ് 2 ലിനിയർ ആക്സിസ്, ഇവിടെ ഒരു കൺട്രോൾഡ് ആക്സിസ്. ഇനി ഇവിടെ സബ്സ്പിൻഡിലിന് ഒരു കൺട്രോൾഡ് ആക്സിസ്. അപ്പൊ ഇവിടെ ഒരു C ആക്സിസ്, ഇവിടെ ഒരു C ആക്സിസ്, ഇവിടെ 3 ആക്സിസ്, ഇവിടെ 3 ആക്സിസ്, ഇവിടെ 2 ആക്സിസ്. പിന്നെ ഈ സ്പിൻഡില്, ഈ സബ്സ്പിൻഡിലിന് ഇവിടുന്ന് പാർട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതൊരു ആക്സിസ്. അപ്പൊ അങ്ങനെ മൊത്തം 3, ഇവിടെ 2, 3, 5, 1, 6, 7, 8. ഇത് 8 ആക്സിസ് ഉള്ള മെഷീനാണ് ടേൺ മിൽ. ഇനി 9 ആക്സിസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ടൈപ്പ് ടററ്റിന് പകരം ഒരു മില്ലിംഗ് കോൺഫിഗറേഷൻ ടററ്റ്, മില്ലിംഗ് സ്പിൻഡിലാണുള്ളെങ്കിൽ അതിന് ഒരു ടിൽറ്റിംഗ് ആക്സിസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 9 ആക്സിസ് ആവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യും. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.